ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഭീകരതയ്ക്കെതിരെ പ്രമേയത്തിൽ ഒപ്പുവെച്ച് ലോക നേതാക്കൾ. പഹൽഗാം ഭീകരാക്രമണവും പ്രധാനമന്ത്രി SCO വേദിയിൽ ഓർമ്മപ്പെടുത്തി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. ഭീകരതയ്ക്കെതിരായ ഉറച്ച നിലപാടാണ് ഇത്തവണ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചത്. ആഗോള ഭീകരതയ്ക്കെതിരെ പോരാടുമെന്ന സംയുക്ത പ്രസ്താവന പ്രമേയത്തിലൂടെ SCO അംഗീകരിച്ചു. അതിർത്തി കടന്നുള്ള തീവ്രവാദവും തീവ്രവാദത്തിലേക്ക് ആളെ ചേർക്കുന്നതും ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം ലഭ്യമാക്കുന്നതും ശക്തമായി ഭാരതം എതിർക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. और स्थिरता किसी भी देश के विकास का आधार है, किंतु इस मार्ग में आतंकवाद, अलगाववाद और अतिवाद बड़ी चुनौतियां हैं. आतंकवाद सिर्फ किसी देश की सुरक्षा ही नहीं, बल्कि पूरी मानवता के लिए एक साझा चुनौती है. कोई देश, कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता. इसलिए आतंकवाद से लड़ाई में भारत ने एकजुटता पर बल दिया. ഭീകരതയ്ക്കെതിരെ ചൈന SCOയോടൊപ്പം നിൽക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി എതിർക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പറഞ്ഞു. We were the first to set up a military confidence-building mechanism in our border areas, turning our extensive borders into a bond of friendship, mutual trust and cooperation. We were the first to take multilateral actions against the three forces of terrorism, separatism and extremism. We steadily promoted law enforcement and security cooperation, properly managed and settled differences. ഭീകരതയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അറിയിച്ചത്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായ ഭാരതത്തിന് നയതന്ത്ര രംഗത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് SCO പ്രമേയം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.